അച്ഛാ, എന്നോടുള്ള ദേഷ്യത്തിൽ മരുന്ന് കഴിക്കാതിരിക്കരുത്. അച്ഛന്റെ പാവക്കുട്ടിയോട് ക്ഷമിക്കൂ. അച്ഛന്റെ സ്വപ്നമായിരുന്നില്ലേ ആരവനെ IAS ആക്കുക എന്നുള്ളത്. അപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ IAS ആയ നീ IAS ആവണമെന്ന് ഞാൻ വിചാരിച്ചാൽ ഈ വീട്ടിൽ നീ മാത്രമേ IAS ആകൂ. ആക്സിഡന്റിന് ശേഷം ധൈര്യം കൈവിട്ട് നീ എന്നെ നിരാശപ്പെടുത്തി. ഇപ്പോൾ നിന്റെ ആഗ്രഹം പാവക്കുട്ടിയെ കൊണ്ട് IAS എടുപ്പിച്ച് അവളെ IAS ആക്കണമല്ലേ? നീ എന്താ വിചാരിച്ചേ? നിന്റെ അച്ഛൻ ഈ തീരുമാനത്തോട് യോജിക്കുമെന്നാണോ? ഈ വീട്ടിൽ എന്റെ കുട്ടികൾ എന്ത് ചെയ്യുമെന്നും എന്താകുമെന്നും തീരുമാനം എടുക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് ഞാൻ മാത്രമാണ്. ഞാൻ നോക്ക്, നിന്റെ ചേട്ടനെ നോക്ക്. എന്റെ ഇഷ്ടത്തിലേക്ക് അവൻ വക്കീലായത്, എന്റെ ആഗ്രഹത്തിലേക്ക് അവൻ പ്രാക്ടീസ് ചെയ്യുന്നത്. നിനക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നിന്റെ സഹോദരിയെ കൊണ്ട് എന്നെ വേദനിപ്പിക്കാൻ നോക്കുന്നു അല്ലേ? പിന്നെ നീ ഇതുവരെ നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ. പക്ഷെ എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്താണെന്ന് ഇതുവരെ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ. പെൺകുട്ടികളുടെ ജോലി എന്താണെന്ന് അറിയാമോ? വീട് നോക്കി നടത്തല, അല്ലാതെ ചുറ്റി നടത്തല്ല. 2 കുടുംബങ്ങളുടെ അഭിമാനമോ പെൺകുട്ടി. നീ മറ്റൊരു കുടുംബത്തിൽ പോയി നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തുകയാണ് ചെയ്യേണ്ടത്. ഈ വീട് ഗുലാബ് സിംഗിന്റെ വീടാണ്. ഞാനാണ് നിങ്ങളുടെ എല്ലാം വിധികർത്താവ്. ഞാൻ മോളെ, ഈ വർഷം ഈ വീട്ടിൽ ഒരു കുഞ്ഞിന്റെ ചിരി എനിക്ക് കേൾക്കണം. മനസ്സിലായോ? എനിക്ക് അധ്വാനിക്കുന്നവന്റെ വിയർപ്പിന്റെ മണമുള്ള ആഹാരം കഴിക്കുന്നതാണ് ഇഷ്ടം. അതിൽ അധ്വാനത്തിന്റെ ഗന്ധമുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ തലയെടുക്കുന്ന കുടുംബത്തിന്റെ പേരുയർത്തുന്ന നിനക്ക് നാണമില്ലേ? അച്ഛൻ നല്ല ശീലങ്ങൾ പഠിപ്പിച്ചില്ല, സംസ്കാരം പഠിപ്പിച്ചില്ല. അതുകൊണ്ടാണ് ഇവൻ. സൂരജ്, എന്തായത്? ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കാൻ എന്താണെന്ന് കണ്ടില്ലേ? അത് ഞാൻ നിന്റെ മുഖമാണ് വായിച്ചത്. അതിൽ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട് നീ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല എന്ന്. ഇത് പിടിക്ക്, അമ്മ അറിയാതെ എടുത്തോണ്ട് വന്നതാ. ഞാൻ നിന്റെ കയ്യിൽ പിടിച്ചെന്ന് നീ നിന്റെ അമ്മയോട് പോയി പറഞ്ഞു കൊടുക്ക് കേട്ടോ. പിന്നെ നീ നിന്റെ വീട്ടിൽ പോയിട്ട് കതകും ജനലും ഒക്കെ അടച്ചിരുന്നോണം. ഇനി മേലെ നീ അവിടെ നിന്നോണ്ട് സൂരജിന്റെ മുഖം നോക്കി ഞാൻ ഉറങ്ങ. ഇനി ഇവന്റെ അടുത്ത് അങ്ങനെ വന്ന നിന്നെ ഞാൻ ഇപ്പൊ ഒന്ന് പേടിപ്പിച്ചതേ ഉള്ളൂ. ഇനി ഞാൻ നിന്നെ അവിടുന്ന് താഴേക്ക് തള്ളിയിടും. വിദ്യ, നീ എന്തൊക്കെയാ ചെയ്യുന്നത്? നീ ഇനി എന്റെ ബോഡി കടാൻ പോവാണോ? ആയല്ലേ പറ്റൂ. പിന്നെ നിന്റെ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ, അവനെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ലല്ലോ. വെറുതെ ബോർഡും പിടിച്ച് അവിടെ നിൽക്കുകയല്ലേ. അവൻ എന്താ എന്നെ തടയാത്തെ? നിക്ക്, ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്ക്, ഞാൻ എന്റെ കൈകൊണ്ട് നിനക്കുണ്ടാക്കിയ പായസം ഇത്. വേഗം കുടിച്ചിട്ട് അഭിപ്രായം പറയും. കൊള്ളാലോ, ഇത്രയും കൈപ്പോടെ സംസാരിക്കുന്ന വേറൊരാൾക്ക് മധുരം ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ഏയ്, വേറൊരാളെന്ന് വെച്ചാ ആരാ? നീ കഴിക്കുന്നോ അതോ ഞാൻ നിനക്ക് എന്റെ കൈ കൊണ്ട് വാരിത്തരണം? വേണ്ട വേണ്ട, നീ അവിടെ വെക്ക്, ഞാൻ എടുത്ത് കഴിച്ചോളാം. അയ്യോ സാറ്,
പറയൂ സാർ. ശ്രദ്ധയോടെ കേൾക്കൂ സൂരജ്. ശരി സാർ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അത് പായസം കുടിച്ചിട്ട് പോ. അത് പിന്നെ കഴിക്കാം. നിനക്കറിയാലോ, എന്നെ സംബന്ധിച്ച് സാറിന്റെ ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി പായസമല്ല, ലോകം മുഴുവൻ ഉപേക്ഷിക്കും. ഒരുപക്ഷെ ഞാൻ ഈ ലോകത്തെ ആദ്യത്തെ പെൺകുട്ടിയായിരിക്കും ഈ വേറൊരാളെ അങ്ങനെ തന്നെ സ്വീകരിച്ചവൾ. എന്തായാലും നോക്കാം എത്ര നാളെ എനിക്കിങ്ങനെ കാത്തിരിക്കണമെന്ന്. നീയോ ഇത്രയും വലിയ ഗുണ്ടയായ നിന്നെ പോലീസ് എങ്ങനെ വെറുതെ വിട്ടു? ഇവൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും, നിന്റെ ബോഡി ഗാർഡായിട്ട്. ഒരു നിഴൽ പോലെ എപ്പോഴും കൂടെ കാണും. നീ വീണ്ടും കള്ളം പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കാൻ. പക്ഷേ അച്ഛാ, ഇയാള് ഗുണ്ടയാ. നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് നിന്നെക്കാൾ നന്നായിട്ട് അറിയാം പാവക്കുട്ടി. ഇവൻ ഗുണ്ടയൊന്നുമല്ല. ഇവൻ ഈ ലോകത്തുള്ള എല്ലാ തിന്മയിൽ നിന്നും നിന്നെ രക്ഷിക്കും. ഞാൻ ഇവനെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. വരൂ, വണ്ടിക്ക്. എന്നാലും അച്ഛാ. പാവക്കുട്ടി, ഞാൻ പറഞ്ഞു വണ്ടിയിൽ കയറിയിരിക്കാൻ. സൂരജ്, എനിക്ക് നന്നായിട്ടറിയാം ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ജോലി അത് നീ ഭംഗിയായിട്ട് ചെയ്യുമെന്ന്. എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട്. ഞാനൊരു പക്ഷെ ദൈവത്തിലുള്ള വിശ്വാസം തകർത്തേക്കാം, പക്ഷെ സാറിനോടുണ്ടാവില്ല. നല്ലത്, പോയിട്ട് വാ. രാമ 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 രാമ. അതെ, നീ എന്താ ചെയ്തത് മോനെ? പൂച്ചയുടെ കയ്യിലാണോ പാല് സൂക്ഷിക്കാൻ കൊടുത്തത്? ഒരു ചെറുപ്പക്കാരനെയാണോ നീ ഇഷയുടെ ബോഡി ഗാർഡ് ആക്കിയത്? ഈ ചെറുപ്പക്കാരൻ പൂർണ്ണമായിട്ട് ഒരു ബ്രഹ്മചാരിയാണമേ. അവൻ എന്തായാലും പാവക്കുട്ടിയെ സംരക്ഷിച്ചോളൂ. എന്നാൽ ഒരിക്കലും തല ഉയർത്തി അവൻ അവളെ നോക്കില്ല. വണ്ടി നിർത്തിയേ. എന്തുപറ്റി? ഞാൻ പറഞ്ഞില്ലേ വണ്ടി നിർത്താൻ. അല്ലെ, എവിടെ പോവാ? നിക്ക്. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഇഷ ചേച്ചി ഒരിക്കലും താമസിക്കില്ലെന്ന്. ഹായ്. ഏയ്. ഇഷ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഏയ്. ആ. ഉം. ഓ. അല്ല, ഇനി എവിടെ പോകുന്നേ? നിനക്കെന്താ? നീ ബോഡി ഗാർഡ് അല്ലേ? എന്റെ ബോസ് ആകാനൊന്നും നോക്കണ്ട. അല്ല, മാമനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുക. വാവ്, മാമനോ? എത്ര പെട്ടെന്നാ നിനക്ക് ബന്ധങ്ങളൊക്കെ ആയ. അദ്ദേഹത്തിന് അറിയില്ല നീ ഇത്ര വലിയ ഗുണ്ടയും നീചനും ആണെന്ന്. അദ്ദേഹം അത് അറിഞ്ഞാലുണ്ടല്ലോ നിന്റെ നിഴലിന് പോലും എന്റെ അടുത്ത് എത്താൻ സാധിക്കില്ല. ആ ശരി, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ ദയവായിട്ട് വണ്ടിയിലോട്ട് കയറും. വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം. എന്റെ ചെവി കേട്ടൂടെ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിന്റെ കൂടെ ഒരിടത്തും വരുന്നില്ലെന്ന്. നീ പോയി നിന്റെ പണി നോക്ക്. എന്റെ പണി തന്നെയാ ഞാൻ ചെയ്യുന്നത്. പ്ലീസ് ദയവ് ചെയ്ത് വന്ന് വണ്ടിയിൽ കയറ്.
ഞാൻ ഒരിടത്തും വരുന്നില്ല. നിങ്ങൾ വരുന്നുണ്ടോ അതോ ഞാൻ മാമനെ വിളിക്കണോ? ഞാൻ ഇല്ല, പറയാണ് വന്നില്ലെങ്കിൽ ഞാൻ വരുന്നില്ല. മാമനെ വിളിക്കും. ഇല്ല ഇല്ല ഇല്ല. സമ്മതിച്ചു കൊടുത്തൂടെ? സ്നേഹത്തോടല്ലേ ഇത്രയും പൂക്കള് വാങ്ങിച്ചു തന്നിരിക്കുന്നത്. അത് പോട്ടെ, ബാക്കി വഴക്കൊക്കെ വീട്ടിൽ ചെന്നിട്ട് പോരെ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് വീട്ടിനകത്ത് മതി. ഇയാൾ എന്റെ ഹസ്ബൻഡ് ആണെന്നോ? ഒരിക്കലും ഇല്ല. ഭാര്യയോ? ഇതെന്റെ ഭാര്യയൊന്നുമല്ല.